ഇന്ന് ഞാനൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സേമിയ ഉപ്മാവ് ഉണ്ടാക്കി. എപ്പോഴും ചെയ്യുന്ന മാതിരി തന്നെ, പക്ഷെ വെജിറ്റബിളും പുളിയും ഇട്ടിട്ട് ഞാൻ ഉണ്ടാക്കി. ഈ വീഡിയോ കണ്ട മുമ്പ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെ ഈ വീഡിയോയിൽ കണ്ട പ്രൊഡക്ട്സിന്റെ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ തന്നിട്ടുണ്ട്, വേണമെങ്കിൽ അതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കൂ. സോ ആദ്യം സേമിയ വറുത്തിട്ട് തിളച്ച വെള്ളത്തിൽ ഒരു 2-3 മിനിറ്റ്സ് കുറച്ച് ഉപ്പും എണ്ണയും ഇട്ടിട്ട് അതൊന്ന് 2-3 മിനിറ്റ്സ് അതിലെ വെള്ളത്തിലൊന്ന് ബോയിൽ ചെയ്യാൻ വെച്ചിട്ട് പിന്നെ അത് ഡ്രെയിൻ ചെയ്ത് എടുക്കണം. പിന്നെ ഡ്രെയിൻ ചെയ്തിട്ട് പിന്നെ ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കണം. ചൂടായിട്ട് വെക്കുമ്പോൾ അത് കുറച്ച് സ്റ്റിക്കി ആയിട്ട് വരും. അപ്പോൾ കുറച്ചങ്ങോട്ട് ചൂടാറണം. പിന്നെ ഒരു പാൻ എടുക്കാം. പിന്നെ അതിൽ എണ്ണ ഇട്ടിട്ട് കടുക്, ജീരകം, പെരുംജീരകം, ഉലുവ, കടലപ്പരിപ്പ്, പിന്നെ ഉഴുന്നും, പിന്നെ ഞാൻ മല്ലി സീഡ്സ് ഇടും ഒരു ഫ്ലേവർ കിട്ടാൻ. പിന്നെ കടല കുറച്ച് നിറയിടണം. കടല നന്നായിട്ട് അത് ഫ്രൈ ആവണം. പിന്നെ കുറച്ച് ഇഞ്ചിയും പച്ചമുളകും ഫൈൻലി ചോപ്പ്, പിന്നെ കറി ലീഫ് ഇടുക, പിന്നെ ഓണിയൻ ഇടുക. എന്നിട്ട് ഓണിയൻ നന്നായിട്ട് അതൊന്ന് ഫ്രൈ ആവണം. പിന്നെ മിക്സ്ഡ് വെജിറ്റബിൾ, ഞാൻ വെറും ക്യാരറ്റും ബീൻസും മാത്രം യൂസ് ചെയ്തു. വേണമെങ്കിൽ കോളിഫ്ലവർ, ഗ്രീൻ പീസ് അതൊക്കെ ഇടാം. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിടണം വെജിറ്റബിൾസ്. പിന്നെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട്, പിന്നെ ഇവിടെ ഒരു 1/2 കപ്പ് പുളിവെള്ളം ഇട്ടിട്ട് അത് കുറച്ചു നേരം അടച്ചു വെക്കാം. വെജിറ്റബിൾസ് ഒക്കെ പുളിയിൽ നന്നായിട്ട് അതൊന്ന് ബോയിൽ ആവേണ്ട വരയ്ക്ക് കുറച്ചു നേരം അതൊന്ന് അടച്ചു വെക്കാം. പിന്നെ ഇവിടെ നന്നായിട്ട് ഇവിടെ വെജിറ്റബിൾ ഒക്കെ ബോയിലായി. ഇപ്പൊ നമ്മൾ ഡ്രെയിൻ ചെയ്ത് ചൂടാറിയിട്ടുണ്ടാവും സേമിയ, അത് ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യാം. ഈ മസാലയും വെജിറ്റബിൾസും പുളിയൊക്കെ എല്ലാ സേമിയ ഭാഗത്തെല്ലാം വരേണ്ട വരയ്ക്ക് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ അവസാനം കുറച്ച് കൊത്തമല്ലി ഇട്ടിട്ട് നല്ലൊരു ടേസ്റ്റി ഉള്ള ഒരു ഫുഡാണ് ഇത്. ദാറ്റ് ഈസ് ഡിന്നറിനോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനോ ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് സപ്പോർട്ട് മീ. താങ്ക് യു.